എല്ലാവർക്കും നമസ്കാരം. ആരോ നിങ്ങൾ മൈക്ക് ഓൺ ആക്കി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഒരു എക്കോ അടിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം സർ. ഓക്കെ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മള് ക്ലാസ്സിൽ 200 പേർക്കധികം ആളുകൾ എന്തായാലും ജോയിൻ ചെയ്യും. ഇപ്പൊ 177 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കാരണം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. ആ തരത്തിൽ വേണം നിങ്ങൾ ഇരിക്കാനായിട്ട്. നമുക്കറിയാം നമ്മുടെ ഇന്ന് നമ്മുടെ ഹോൾ ടിക്കറ്റ് വന്നു. സർവീസിലുള്ളവരുടെ സ്പെഷ്യൽ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് വന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും എഴുതാവുന്ന പൊതുപരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. ഈ 2 ഹോൾ ടിക്കറ്റും വന്നപ്പോൾ നിങ്ങൾക്ക് അത് എടുക്കുമ്പോൾ ചിലർക്ക് അണേബിൾ ടു രജിസ്റ്റർ കാൻഡിഡേറ്റ്, അല്ലെങ്കിൽ ചിലർക്ക് കിട്ടാതെ വരുന്നു. അങ്ങനെയൊക്കെ പലർക്കും പല പ്രശ്നങ്ങളും വരുന്നുണ്ട്. നിങ്ങൾ ആദ്യം തന്നെ കാൻഡിഡേറ്റ് ലോഗിനിൽ കയറിയിട്ട് നമ്മുടെ കേട്ടറ്റിന്റെ സൈറ്റിൽ കയറി കാൻഡിഡേറ്റ് ലോഗിനിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും രജിസ്ട്രേഷൻ ഐഡിയും കൊടുത്ത് അതിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഫോട്ടോയുടെ മുകളിലായിട്ട് ഒരു അപ്ഡേറ്റ് മീഡിയം എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു സാധനം വന്നേക്കുന്നതാണ്. അതായത് നിങ്ങൾ പരീക്ഷ എഴുതേണ്ട മീഡിയം, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം ഏതാണ് എന്ന് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അകത്ത് വന്നിട്ടില്ല. ഇത് കൂടുതലായും വന്നേക്കുന്നത് എല്ലാവർക്കും എഴുതാവുന്ന പൊതുപരീക്ഷയിലാണ്. അപ്പൊ അങ്ങനെ ഒരു പരീക്ഷയിൽ വന്നേക്കുന്നപ്പം നിങ്ങൾ അതൊന്ന്, നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി നിങ്ങൾക്ക് ഏത് മീഡിയമാണ്, മലയാളം മീഡിയം ആണോ വേണ്ടത്, മലയാളം മീഡിയം, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം, ഏതാണോ വേണ്ടത് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും പഴയ പോലെ പോയിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഐഡിയും പിന്നെ നിങ്ങൾ ഏത് കാറ്റഗറി ആണോ എഴുതുന്നത് അതും സെലക്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ അകത്ത് വേറെ തടസ്സങ്ങളൊന്നും ഇല്ല. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നു മുതൽ കണക്കിന്റെ ക്ലാസ് ആരംഭിക്കുകയാണ്. കണക്കിന്റെ ക്ലാസ്സുകൾ തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഡേയിൽ നമ്മൾ സംഖ്യകളെ കുറിച്ച് പറഞ്ഞാണ് നമ്മൾ തുടങ്ങുന്നത്. തുടങ്ങി നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ കൂടുതൽ വിഷയങ്ങളിലേക്ക് ആവുന്നതാണ്. നമുക്ക് ഏതാണ്ട് ഒരു 6-7 ദിവസം കൊണ്ട് നമുക്ക് കണക്കിന്റെ ക്ലാസ്സുകൾ കൂടി അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം അല്ലേ? റെഡിയല്ലേ? കണക്കിന്റെ വിഷയം നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കണക്ക് നിങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന ആളുകളാണ് നിങ്ങൾ. എന്നാൽ നമ്മൾ അതൊന്ന് എളുപ്പത്തിലാക്കാൻ ശ്രമിക്കുകയാണ്. എളുപ്പത്തിലാണെങ്കിൽ നിങ്ങൾ പറയണം നിങ്ങൾക്ക് എളുപ്പമാകുന്നുണ്ട്. ഇനി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതും പറയണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ആദ്യത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് സംഖ്യകളെ കുറിച്ചിട്ടാണ്. നമ്പേഴ്സ്. ആദ്യത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് നമ്പേഴ്സ് ആണ്. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് എണ്ണൽ സംഖ്യകളാണ്. എണ്ണൽ സംഖ്യകൾ എന്താണ്? എണ്ണൽ സംഖ്യകൾ, എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളെയാണ് എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് 1, 2, 3, 4, 5 എക്സെട്ര എന്ന് പറഞ്ഞ് നമ്മൾ എണ്ണി പോകുന്ന, ഇങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് അനന്തമായിട്ട് നീണ്ടുപോകുന്ന സംഖ്യാശ്രേണിയെ വിളിക്കുന്ന പേരാണ് എണ്ണൽ സംഖ്യകൾ. എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളെയാണ് എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഈ എണ്ണൽ സംഖ്യകൾക്ക് കുറച്ച് ചെല്ലപ്പേരുകൾ കൂടിയുണ്ട്, മറ്റു പേരുകൾ കൂടിയുണ്ട്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ജസ്റ്റിൻ ജോസഫ് എന്ന് പറയുന്ന സാറിനെ ചിലപ്പോ വീട്ടില് അച്ഛനും അമ്മയും വിളിക്കുന്ന മോനെ എന്നായിരിക്കും, ചിലപ്പോ ജസ്റ്റു എന്നായിരിക്കും. അതുപോലെ ഓരോരുത്തർക്കും ചില ചെല്ലപ്പേരുകളുണ്ട്. അതുപോലെ ഈ എണ്ണൽ സംഖ്യകൾക്കും ചെല്ലപ്പേരുകളുണ്ട്. അത് നമ്മുടെ ചോദ്യപേപ്പറിൽ വരാറുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ 1 ബൃഹത് സംഖ്യ, 2 പ്രാകൃത സംഖ്യ, 3 നിസർഗ സംഖ്യ. എന്റെ കൈയക്ഷരം അടിപൊളിയാണ്, സൂപ്പറാണ്. കാരണം വേറെ ആർക്കും ഇല്ല, ലോകത്തിൽ എനിക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വൃത്തിയായിട്ട് നിങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഈ പറയുന്ന ഈ ചെല്ലപ്പേരുകൾ എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ചോദ്യപേപ്പറിൽ വരും 1 മുതൽ 10 വരെയുള്ള പ്രാകൃത സംഖ്യകളുടെ തുക കണ്ടെത്തുക, 1 മുതൽ 10 വരെയുള്ള നിസർഗ സംഖ്യകളുടെ ശരാശരി കണ്ടെത്തുക, 1 മുതൽ 10 വരെയുള്ള ബൃഹത് സംഖ്യകളിൽ എത്ര ഒറ്റ അക്കങ്ങളുണ്ട്, അല്ലെങ്കിൽ 3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നത് എത്രയുണ്ട്. എണ്ണൽ സംഖ്യ എന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദ്യത്തിൽ തരാതെ വരുന്ന അവസ്ഥ. അങ്ങനെ വരുന്ന അവസ്ഥയിലാണ് ഈ പറയുന്ന 3 ചെല്ലപ്പേരുകൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്.
എണ്ണൽ സംഖ്യകൾക്ക്, നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ് എണ്ണൽ സംഖ്യകൾക്ക് പറയുന്നത്. അതിനെ നമ്മുടെ ചോദ്യ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റു പേരുകളായിരിക്കും ബൃഹത് സംഖ്യകൾ, പ്രാകൃത സംഖ്യകൾ, നിസ്സർഗ സംഖ്യകൾ തുടങ്ങിയവ. ഓക്കെ, ക്ലിയർ ആണെങ്കിലും മൈക്ക് ഓൺ ആക്കണ്ട, ഒരു തമ്പിട്ടാ മതി, അപ്പൊ എനിക്ക് മനസ്സിലാവും. ഓക്കെ, യെസ്, ക്ലിയർ ആണ്. അപ്പൊ അടുത്തതിലേക്ക് പോവാം. അടുത്തത് അഖണ്ഡ സംഖ്യകളാണ്. അഖണ്ഡ സംഖ്യകൾ. അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് എണ്ണൽ സംഖ്യക്കകത്ത് ഒരാളെ വിട്ടുപോയി. ആര്? മെയിൻ ഒരാള്. ആരാണ്? 0. 0ത്തെ ചേർത്ത് എണ്ണുന്ന സംഖ്യകളെയാണ് അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുന്നത്. 0 മുതൽ അങ്ങ് അനന്തമായിട്ട് 1, 2, 3, 4, 5 എന്നും പറഞ്ഞ് അനന്തമായി നീളുന്ന ഈ സംഖ്യാശ്രേണിയെ വിളിക്കുന്ന പേരാണ് അഖണ്ഡ സംഖ്യകൾ. എണ്ണൽ സംഖ്യയിലേക്ക് നമ്മുടെ 0 എന്ന് പറയുന്ന ആൾ കൂടി കടന്നു വരുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് അഖണ്ഡ സംഖ്യകൾ. ഈ പറയുന്ന അഖണ്ഡ സംഖ്യകളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് 1-2 ചോദ്യങ്ങൾ ഇതിനു മുമ്പ് ചോദിച്ചേക്കുന്നതുകൊണ്ട്. ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ ഏതാണ്? ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ ഏതാണ്? ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ ഏതാണ്? ബിൻസി ടീച്ചർ ഒന്ന് പറഞ്ഞേ. ബിൻസി മാത്യു, ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ ഏതാണ്? 0 ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ. അതുപോലെ ആദ്യത്തെ അഖണ്ഡ സംഖ്യ ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ അഖണ്ഡ സംഖ്യ ഏതാണ്? റംസീന, റമീസ? 0 തന്നെയാണ് കേട്ടോ, 1 അല്ല, 0 തന്നെയാണ്. കാരണം തുടങ്ങുന്നത് 0 ആയതുകൊണ്ട് ആദ്യത്തെ അഖണ്ഡ സംഖ്യ എന്ന് പറയുന്നത് 0. ഇനി 0 കണ്ടുപിടിച്ച രാജ്യം എന്നറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തത് ഇരട്ട സംഖ്യകൾ. ഇരട്ട സംഖ്യ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലെ? നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അറിയാവുന്ന ഒരു സാധനമാണ് ഇരട്ട സംഖ്യ. എന്താണ്? 2, 4, 6, 8 എന്നിങ്ങനെ 2, 4, 6, 8 എന്നിങ്ങനെ 2ന്റെ ഗുണിതങ്ങളായി പോകുന്ന സംഖ്യകളെയാണ് ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിനെ ഒരു കൃത്യമായിട്ടൊരു നിർവചനം പറഞ്ഞാൽ 1 എന്ന് പറയുന്നത് എന്താണെന്നറിയോ? 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന എല്ലാ സംഖ്യകളും ഇരട്ട സംഖ്യകളാണ്. എന്താണ്? 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന എല്ലാ സംഖ്യകളും എന്താണ്? ഇരട്ട സംഖ്യകളാണ്. അതുപോലെ 2ന്റെ ഗുണിതങ്ങളായ എല്ലാ സംഖ്യകളും ഇരട്ട സംഖ്യകളാണ്. 2ന്റെ ഞാനൊരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക, തിരിച്ചു വിളിക്കാം. 2ന്റെ ഗുണിതങ്ങളായ എല്ലാ സംഖ്യകളും, 2ന്റെ ഗുണിതങ്ങളായ എല്ലാ സംഖ്യകളും ഇരട്ട സംഖ്യകളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന എല്ലാ സംഖ്യകളും ഇരട്ട സംഖ്യകളാണ്. അതുപോലെ 2ന്റെ ഗുണിതങ്ങളായ എല്ലാ സംഖ്യകളും ഇരട്ട സംഖ്യകളാണ്. ഉദാഹരണം നമുക്കറിയാം, 2, 4, 6, 8 തുടങ്ങി മുകളിലേക്ക് പോകുന്ന സംഖ്യകൾ. ഇനി ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു ചോദ്യപേപ്പറിൽ ചോദിച്ചു കാണുന്ന ഒരു രീതിയാണ് ഒരു വലിയ സംഖ്യ തരും. ഇപ്പം ഒരു 23, 36, 7, 2 ഇങ്ങനെ ഒരു സംഖ്യ തന്നിട്ട് ഇത് 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണോ, അല്ലെങ്കിൽ ഇതൊരു ഇരട്ട സംഖ്യയാണോ, ഇത് 2ന്റെ ഗുണിതമാണോ എന്നൊക്കെ ചോദിക്കും. നിങ്ങളുടെ ചോദ്യപേപ്പറിന്റെ അകത്ത് ചോദിക്കും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 2ന്റെ ഗുണിതം തിരഞ്ഞെടുക്കുക എന്നും പറഞ്ഞിട്ട് ഇതുപോലെ ഒരു 4 വലിയ സംഖ്യകൾ ഓപ്ഷനിൽ തരും. അല്ലെങ്കിൽ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നവ എന്ന് ചോദിച്ചിട്ടൊരു 4 എണ്ണം ഇതുപോലത്തെ സംഖ്യകൾ തരും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇരട്ട സംഖ്യയാണോ എന്നും ചോദിച്ചിട്ട് ഒരു വലിയ സംഖ്യ തരും. അങ്ങനെ തരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി. എന്താണ്? നമ്മുടെ തന്നിരിക്കുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം 0, 2, 4, 6, 8 ഇതിൽ ഏതെങ്കിലുമാണ് തന്നിരിക്കുന്ന സംഖ്യയുടെ ഏറ്റവും അവസാനത്തെ അക്കം 0, 2,
4, 6, 8 ഇതിൽ ഏതെങ്കിലും ആണെങ്കിൽ അത് 2ന്റെ ഗുണിതമായിരിക്കും, 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നതായിരിക്കും, ഇരട്ട സംഖ്യയായിരിക്കും. എന്തൊക്കെയായിരിക്കും? 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും, ഇരട്ട സംഖ്യയാണ്, 2ന്റെ ഗുണിതമാണ്. തന്നിരിക്കുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം കണ്ടോ, ഇവിടെ 2. ഇത് 0, 2, 4, 6, 8 ഇതിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ ആ സംഖ്യേനെ മുഴുവനായിട്ടും 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും, 2ന്റെ ഗുണിതമായിരിക്കും, അതൊരു ഇരട്ട സംഖ്യയും ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. ഇന്ന് 206 പേരായിട്ടുണ്ട് നമ്മുടെ ഈ ഗൂഗിൾ മീറ്റില്. അപ്പൊ ആവശ്യക്കാരായി. ഹോൾ ടിക്കറ്റ് ഒക്കെ വന്നപ്പോഴത്തേക്കും പരീക്ഷ തുടങ്ങുമെന്നുള്ള ഒരു ഉറപ്പ് വന്നു തോന്നുന്നു. അതുകൊണ്ടാണ് ആളുകളൊക്കെ കയറി തുടങ്ങിയിട്ടുള്ളത്. അതിൽ സന്തോഷം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഒറ്റ സംഖ്യകൾ. ഒറ്റ സംഖ്യകൾ ഇത് നേരെ തിരിച്ച് എന്താണ്? 2ന്റെ ഗുണിതമല്ല. അതുപോലെ എന്താണ്? 2 കൊണ്ട് നിശേഷം ഹരിക്കാനും പറ്റില്ല. ഹരിക്കാൻ പറ്റില്ല. ഈ 2 കാര്യങ്ങളും 2ന്റെ ഗുണിതവും അല്ല, 2 കൊണ്ട് നിശേഷം ഹരിക്കാനും പറ്റൂല. അങ്ങനെയുള്ള എല്ലാ സംഖ്യയും എന്തായിരിക്കും? 1, 3, 5, 7, 9 എന്നിങ്ങനെ നീണ്ടുപോകുന്ന സംഖ്യകളായിരിക്കും. അതിനെ നമ്മൾ ഒറ്റ സംഖ്യകൾ എന്ന് പറയും. മുൻപേ പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരു വലിയ സംഖ്യ നമുക്ക് തന്നിട്ട് ആ സംഖ്യയുടെ അവസാനം ഇതിൽ ഏതെങ്കിലും സംഖ്യയാണെങ്കിൽ അത് ഒറ്റ സംഖ്യയാണോ എന്ന് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കാരണം 1ന്റെ ഗുണിതമാണോ എന്ന് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. കാരണം 1 ഏകമാണ്. പിന്നെ 2 കൊണ്ട് നിശേഷം ഹരിക്കാല്ല, 1 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കേണ്ട കാര്യമില്ല. കാരണം ഏതിന്റെ അകത്ത് 1 പോകും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നോക്കണ്ട. നമുക്കൊരു വലിയ സംഖ്യ തന്നിട്ട് ഇപ്പൊ 23,671 ഇതൊരു ഒറ്റ സംഖ്യ ആണോ എന്ന് ചോദിച്ചാൽ അവസാനത്തെ സംഖ്യ ഒറ്റ സംഖ്യയാണെങ്കിൽ അത് മുഴുവൻ ഒറ്റ സംഖ്യയാണ് എന്ന് തന്നെ നമുക്ക് അങ്ങോട്ട് പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. അടുത്ത ഒരു സാധനമുണ്ട്, അത് നമുക്ക് സ്ഥിരം ചോദ്യപേപ്പറിൽ കാണുന്നതാണ്, ഭാജ്യസംഖ്യകൾ. എന്താണ്? ഭാജ്യ സംഖ്യകൾ. അതിന് നമ്മള് കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക കേട്ടോ. ഇംഗ്ലീഷ് മീഡിയത്തിലുള്ളവർക്ക് വേണ്ടിയിട്ട് ചുമ്മാ എന്ന് പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയാൻ മേല. നമ്മൾ മലയാളം മീഡിയത്തിൽ പഠിച്ച, സർക്കാർ സ്കൂളിൽ പഠിച്ച ആളായതുകൊണ്ട്. ഓക്കെ, ഭാജ്യസംഖ്യകൾ. ഭാജ്യസംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തുവാ? നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. ഭാജ്യസംഖ്യ എന്ന് പറഞ്ഞാൽ നേരെ പകുതിയാക്കാൻ പറ്റുന്ന സംഖ്യ എല്ലാം ഭാജ്യസംഖ്യ എന്നാണ് നമ്മൾ വിചാരിച്ചു വെച്ചത്. ഒരു ആപ്പിൾ കിട്ടി, അതിനെന്ത് ചെയ്യുന്നു? നടുക്ക് ഒറ്റ വെട്ടി കഴിഞ്ഞാൽ അത് 2ആയി. അപ്പൊ അതൊരു ഭാജ്യം. അതിനെ ഭാഗിക്കാൻ പറ്റും. അങ്ങനെ ഭാഗിക്കാൻ പറ്റുന്ന എല്ലാം, 2ആയിട്ട് ഭാഗിക്കാൻ പറ്റുന്ന ഒക്കെ ഭാജ്യസംഖ്യകളാണെന്നുള്ള ഒരു ചിന്താഗതിയിൽ ഇരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. എന്നാൽ അങ്ങനെയല്ല. ഭാജ്യസംഖ്യ എന്ന് പറഞ്ഞാൽ അതിനൊരു നിർവചനമുണ്ട്. ഒരു സംഖ്യക്ക് 2ൽ അധികം ഘടകങ്ങൾ ഉണ്ടെങ്കിൽ ആ സംഖ്യയെ ഭാജ്യസംഖ്യ എന്ന് പറയും. എന്താണ്? ഒരു സംഖ്യക്ക് 2ൽ അധികം ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഭാജ്യസംഖ്യ എന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നും, എന്തുവാ ഈ 2ലധികം ഘടകം എന്ന്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു സംഖ്യ ഞാൻ ഇവിടെ തരാം. 6 എന്ന് പറയുന്ന ഒരു സംഖ്യ. ഇതിനെ നമ്മളൊന്ന് ഘടകങ്ങളാക്കാൻ പറഞ്ഞാല് നമ്മൾ നോക്കേണ്ടത് ഏതൊക്കെ 2 സംഖ്യകൾ കൊണ്ട് ഗുണിച്ചാൽ ഈ 6 കിട്ടും. അതാണ് ഈ സംഖ്യയുടെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഒന്നാമത്തെ, നമുക്ക് 1നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 6 കിട്ടും? നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി, പറയണ്ട. 1നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 6 കിട്ടും? മിണ്ടുന്നില്ല, കുട്ടി മിണ്ടുന്നില്ല. യെസ്, 1നെ 6 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 6 കിട്ടും. അപ്പൊ 1ഉം 6ഉം ഇതിന്റെ ഘടകങ്ങളാണ്. ഇനി വേറെ ഏതെങ്കിലും 2 സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ 6 കിട്ടുമെന്ന് നോക്കിക്കേ. 2ന്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഗുണിച്ചാൽ 6 കിട്ടുമോ? കിട്ടും. 2ഉം 3ഉം കൂടി ഗുണിച്ചാൽ 6 കിട്ടും. അങ്ങനെ 4 ഘടകങ്ങളാണ് ഈ പറയുന്ന 6നുള്ളത്. ഒരു സംഖ്യ നമുക്ക് തന്നിട്ട് അതിനെ ഘടകങ്ങളാക്കാൻ പറഞ്ഞാൽ ഏതൊക്കെ സംഖ്യകൾ കൊണ്ട് ഗുണിച്ചാൽ ആ സംഖ്യ കിട്ടുമോ അതെല്ലാം ആ സംഖ്യയുടെ ഘടകങ്ങളാണ്.
അതാണ് 1 ഗുണം 6 6. അപ്പൊ 1ഉം 6ഉം അതിന്റെ ഘടകങ്ങളായി. ഇനി 3 ഗുണം 2 3 2 6. അത് 3ഉം 2ഉം അതിന്റെ ഘടകങ്ങളായി. അങ്ങനെ 4 ഘടകങ്ങളാണ് 6നുള്ളത്. അപ്പം ഇതൊരു ഭാജ്യസംഖ്യയാണ്. രണ്ടിലധികം ഘടകങ്ങൾ ഉണ്ടെങ്കിലാണ് കേട്ടോ. രണ്ടിൽ അധികം. ഇപ്പൊ ഇതിനകത്ത് എത്ര ഉണ്ട്? 4 ഘടകങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് നോക്കിക്കേ. ഞാൻ നിങ്ങൾക്ക് ഒരെണ്ണം തരാം. നിങ്ങളൊന്ന് നോക്കിയേ. 4നെ ഒന്നും ചെയ്യാൻ പറ്റൂല. 4 ഒരു ഘടകമല്ല. ഓക്കെ, 4 ഘടകങ്ങൾ ഉണ്ടെന്നായിരിക്കും അഞ്ജലി ടീച്ചർ പറഞ്ഞത്. ഓക്കെ, ഞാൻ ഒരെണ്ണം നിങ്ങൾക്ക് തരാം. നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കേ. നിങ്ങൾ ഒന്ന് ഘടകങ്ങളാക്കി നോക്കുക. അപ്പോഴേക്കും ഞാൻ നിങ്ങളോട് പറയാം. പറയുന്ന ആള് മാത്രം മൈക്ക് ഓൺ ആക്കി പറയുക. 12. 12നെ ഒന്ന് ഘടകങ്ങളാക്കിക്കേ നിങ്ങൾ. 12 എന്ന് പറയുന്ന സംഖ്യനെ നിങ്ങളൊന്ന് ഘടകങ്ങളാക്കിക്കേ. പറയണ്ട, ആക്കിയാ. നീതു ജോയ് ഒന്ന് മൈക്ക് ഓൺ ആക്കാവോ? നീതു ജോയ്. പേടിക്കൊന്നും വേണ്ട, ഓൺലൈൻ മീറ്റിംഗ് ആണ്. ഞാൻ പിടിച്ച് കടിക്കൊന്നുമില്ല. തെറ്റിയാ തെറ്റിക്കോട്ടെ, ധൈര്യമായിട്ടും പറഞ്ഞു. നീതു ജോയ് ഓണാക്കുവോ? യെസ്, നീതു ജോയ് ഒന്ന് പറഞ്ഞേ. നീതു ടീച്ചറെ, 12ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാ? 12 12 3 4 6. ശരിയാണോ? അപ്പൊ 6നെ എന്തുകൊണ്ട് ഗുണിച്ചാലാ കിട്ടുന്നത്? 6 2 12 2 കൂടെ ഉണ്ട്. അപ്പൊ 2 കൂടെ ഉണ്ട്. അതും കൂടെ പറയണം. സോറി. ഓക്കെ, അപ്പം ഇതാണ് സംഭവം. ഓക്കെ, സൂപ്പറാണ്. കണ്ടോ? 12നെ ഘടകങ്ങളാക്കുമ്പോ എത്ര ഘടകങ്ങൾ കിട്ടി? 1 2 3 4 5 6 ഘടകങ്ങൾ കിട്ടി. 1 ഗുണം 12 12, 4 3 12, 6 2 12. കണ്ടോ? 12നെ ഘടകങ്ങളാക്കുക എന്ന് പറഞ്ഞാൽ ഏതൊക്കെ 2 സംഖ്യകൾ കൊണ്ട് 12നെ ഗുണിക്കുമ്പം കിട്ടുന്നോ ആ സംഖ്യകളെല്ലാം 12ന്റെ ഘടകങ്ങളാണ്. അപ്പൊ രണ്ടിലധികം ഘടകങ്ങളുള്ള സംഖ്യകളെ നമ്മൾ എന്തെന്ന് പറയും? ഭാജ്യസംഖ്യകൾ എന്ന് പറയും. ക്ലിയർ ആണെങ്കിൽ ഒരു തമ്പിടാം. നമുക്ക് അടുത്തതിലേക്ക്. ക്ലിയർ ആണോ? യെസ്, ഓക്കെ, സൂപ്പർ. ഈ അടുത്തത് നമ്മൾ നോക്കുന്നത് അഭാജ്യസംഖ്യകളാണ്. സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. അഭാജ്യസംഖ്യ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഇല്ല. അഭാജ്യ സംഖ്യകൾ. അഭാജ്യസംഖ്യകൾ പഠിക്കുന്നതിന് മുമ്പ് ഞാൻ എന്താണ് അഭാജ്യസംഖ്യകൾ എന്ന് ആദ്യം അങ്ങ് പറഞ്ഞുതരാം. ഒരു നിർവചനം അങ്ങോട്ട് പറഞ്ഞുതരാം. എന്താണ് അഭാജ്യസംഖ്യ? നമ്മൾ മുമ്പ് ഭാജ്യസംഖ്യകൾ എന്ന് പറഞ്ഞു. രണ്ടിലധികം ഘടകങ്ങളുണ്ട് എങ്കിൽ അത് അഭാജ്യസംഖ്യകൾ എന്ന് പറയും. അല്ല, സോറി, ഭാജ്യസംഖ്യകൾ എന്ന് പറയും. അപ്പൊ അഭാജ്യസംഖ്യ എന്ന് പറഞ്ഞാൽ അതിന്റെ നിർവചനം എന്ന് പറയുന്നത് ഒന്നും ആ സംഖ്യയും മാത്രം ഘടകങ്ങളായിട്ടുള്ള സംഖ്യകളെ വിളിക്കുന്ന പേരാണ് അഭാജ്യസംഖ്യകൾ. ഒന്നും ആ സംഖ്യയും മാത്രം ഘടകങ്ങളായി വരുന്ന സംഖ്യകളെ വിളിക്കുന്ന പേരാണ് അഭാജ്യ സംഖ്യകൾ. ഉദാഹരണം നോക്കാം. 1 എന്ന് പറഞ്ഞൊരു സംഖ്യ എടുക്കാം. ഈ സംഖ്യ ഒരു അഭാജ്യസംഖ്യയാണോ? അതെ എന്ന് പറഞ്ഞു നിങ്ങൾ അല്ലേ? അഭാജ്യസംഖ്യയും അല്ല, ഭാജ്യസംഖ്യയല്ല. ഓക്കെ, ഒരു ഘടകം മാത്രമേ ഉള്ളൂ. ഒന്നിന് ഒരു ഘടകമേ ഉള്ളൂ. അതുകൊണ്ട് അത് അഭാജ്യസംഖ്യയിലും ഭാജ്യസംഖ്യയിലും പെടൂല. ഇനി അടുത്തത് നോക്കിക്കേ. 2 അഭാജ്യസംഖ്യയാണോ? അതെ. ഇതിന്റെ 2 ഘടകങ്ങൾ എന്ന് പറഞ്ഞ 1ഉം 2ഉമാണ് ഇതിന്റെ ഘടകങ്ങൾ. ഇനി നോക്കിക്കേ. 3 ഒരു അഭാജ്യസംഖ്യയാണോ? 1ഉം 3ഉം മാത്രമാണ് അതിന്റെ ഘടകങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കാം, ഒരു 7 അഭാജ്യസംഖ്യയാണോ? 1ഉം 7. ഇത്രേ ഉള്ളൂ. അഭാജ്യസംഖ്യ എന്ന് പറഞ്ഞാൽ 1ഉം ആ സംഖ്യയും മാത്രം ഘടകങ്ങളായിട്ട് വരുന്ന സംഖ്യകളെയാണ് അഭാജ്യസംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സ്ഥിരം ചോദിക്കും 1 മുതൽ 100 വരെയുള്ള കാര്യങ്ങളാണ് നമ്മളെടുത്ത് ഈ അഭാജ്യസംഖ്യയിൽ പ്രധാനമായിട്ട് ചോദിക്കുന്നത്. 1 മുതൽ 100 വരെ, 1 മുതൽ 1 to 100 വരെ എത്രയാണ്? 25 അഭാജ്യസംഖ്യകളാണ് ഉള്ളത്. 1 മുതൽ 100 വരെ 25 അഭാജ്യ സംഖ്യകളാണ് ഉള്ളത്. കിട്ടിയോ? ഇനി ഇത് ഏതൊക്കെയാണെന്ന്
നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ ഒരു മാർഗമുണ്ട്. അത് നമ്മളോട് ചോദിക്കും, ഇപ്പം 1 മുതൽ 30 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്, അല്ല 31 മുതൽ 50 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട് എന്നൊക്കെ നമ്മളോട് ഈ പരീക്ഷയ്ക്ക് ചോദിച്ചു കാണും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ വായും പൊളന്നിരിക്കും, ഇനി എത്ര എണ്ണം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് മൊത്തം സംഖ്യകളൊന്നും എഴുതിയെടുത്തിട്ട് അതിനെ ഒന്ന് ഭാഗിച്ചു നോക്കിയാൽ പോലും നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. എന്നാലും നമുക്ക് ഇനി ഒരു ആശങ്കയുണ്ട്. ആ ആശങ്ക ഉള്ളതിന് നമുക്കൊരു വിരാമം ഇടാനായിട്ട് നമുക്കൊരു കോഡ് പഠിച്ചു വെക്കാം. 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾക്കിടയിൽ വരുന്ന അഭാജ്യ സംഖ്യകളുടെ ഒരു കോഡുണ്ട്. ആ കോഡ് ഇങ്ങനെയാണ്: DD BBC BBC BA. ഇതിൻ്റെ അകത്ത് സംഭവം ഇത്രേ ഉള്ളൂ. ഇവിടെ നോക്കിയാൽ 1 മുതൽ 10 വരെ, 11 മുതൽ 20 വരെ, 21 മുതൽ 30 വരെ, 31 മുതൽ 40 വരെ, 41 മുതൽ 50 വരെ, 51 മുതൽ 60 വരെ, 61 മുതൽ 70 വരെ, 71 മുതൽ 80 വരെ, 81 മുതൽ 90 വരെ, 91 മുതൽ 100 വരെ. ഇങ്ങനെ ഒന്ന് എഴുതി വെക്കണം, എന്നാലാണ് ഇത് എന്താണ് മനസ്സിലാവുള്ളൂ. ഇല്ല പിന്നെ നമ്മൾ തുറന്നു നോക്കുമ്പോൾ DDBBCBBCBA ആകെ കണക്കെന്ന് പറയുമ്പോൾ തന്നെ തല ഇറങ്ങി നമ്മളിങ്ങനെ ഇരിക്കും. അയ്യോ പറച്ചോനെ ഇച്ചിരി ചോറ് തരുമോ എന്ന് ചോദിക്കുന്ന അവസ്ഥയായി. അപ്പൊ തന്നെ ഇതിന്റെ ഇടയ്ക്കോടെ എഴുതി വെച്ചേക്കാണ് DDBBCBBCBA. വല്ല ഉറക്കപ്പിച്ച് എഴുതി വെച്ചാന്ന് വിചാരിച്ച് പോകും. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഒന്ന് എഴുതി വെക്കുക. എന്താന്ന് വെച്ചാൽ 1നും 10നും ഇടയിൽ ഡി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 4ാമത്തെ ലെറ്ററാണ്. അപ്പൊ അത് 1നും 10നും ഇടയിൽ 4 എണ്ണം ഉണ്ട്. 11നും 20നും ഇടയിലും 4 എണ്ണം ഉണ്ട്. 21നും 30നും ഇടയിൽ 2 എണ്ണം ഉണ്ട്. കാരണം ബി എന്ന് പറയുന്നത് ലെറ്റർ 2 ആണ്. ഇനി 31നും 40നും ഇടയിലും 2 എണ്ണം. സി എന്ന് പറയുന്ന ലെറ്റർ 3 ആയതുകൊണ്ട് അവിടെ 41നും 50നും ഇടയിൽ 3 എണ്ണം. ഇനി ബി 51നും 60നും ഇടയിൽ എത്രയാണ്? 2. 61നും ഇടയിലും 70നും ഇടയിൽ 2. 71നും 80നും ഇടയിൽ 3. 81നും 90നും ഇടയിൽ 2. 90നും 100നും ഇടയിൽ 1. അങ്ങനെ ടോട്ടൽ 25 എണ്ണമാണ് ഉള്ളത്. ഇത് നമുക്ക് ഒരു തമാശ രൂപത്തിൽ ഓർത്തിരിക്കാം. BBC കാണാൻ പോയപ്പോ BBC BAക്ക് പഠിക്കാൻ പോയി. അങ്ങനെ വേണമെങ്കിൽ ചുമ്മാ ഒന്ന് ഓർത്തിരിക്കാം. BBC കാണാൻ പോയപ്പോ BBC BAക്ക് പഠിക്കാൻ പോയി. ഇനി ചോദിക്കുമ്പം നേരെ എടുത്ത് എഴുതിക്കോണം. എന്താണ്? 20നും 50നും ഇടയിൽ എത്ര എണ്ണം ഉണ്ട് എന്ന് ചോദിച്ചാൽ നോക്ക്, ഇവിടെ 20 വരെ ഇങ്ങോട്ട് എടുത്തു. 20ന്റെ അകത്ത് 20 ഇല്ലാത്തതുകൊണ്ട് 20നെ പരിഗണിക്കണ്ട. ബാക്കി 21 മുതൽ 50 വരെ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയാൽ മതി. എത്ര എണ്ണം ഉണ്ട്? 2 2 4 3 7 എണ്ണം ഉണ്ട്. ഇത്രേ ഉള്ളൂ. ഇതങ്ങ് കാണാതെ എഴുതാൻ പഠിച്ചു വെച്ചാൽ ആ പ്രശ്നം അവിടെ കഴിഞ്ഞു. ഇനി ഈ സംഖ്യകൾ ഏതാണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരാം. അതുകൊണ്ട് എന്ത് ചെയ്യാം, ആ സംഖ്യകൾ കൂടി ഞാനൊന്ന് പറഞ്ഞു തരാം. ഇത് എഴുതിയെടുത്തല്ലോ, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോണം, പിന്നെ എന്നോട് ചോദിക്കരുത്. ഓക്കെ, ഇനി ഈ സംഖ്യകൾ ഏതാണെന്നും കൂടെ ഞാനൊന്ന് പറഞ്ഞു തരാം. നോക്കിക്കോ, നടുക്കൊരു വര അങ്ങ് മാറ്റൂ. 1 മുതൽ 10 വരെ ആട്ടോ ആദ്യം പറയുന്നത്. 1 മുതൽ 10 വരെ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാം. 2 3 5 7. ആരും മൈക്ക് ഓണാക്കി സഹകരിക്കണ്ട, ഞാൻ തന്നെ പറഞ്ഞു. ഇനി 11 മുതൽ 20 വരെ എത്ര എണ്ണം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞത്? 4 എണ്ണമുണ്ട്. അത് ഏതൊക്കെയാണ്? 11 13 17 19. ഇനി 21 മുതൽ 30 വരെ അവിടെ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണമേ ഉള്ളൂ. അതേതൊക്കെയാണ്? 23 29. ഇനി 31 മുതൽ 40 വരെ. 31 മുതൽ 40 വരെ നമുക്ക് 2 എണ്ണമാണുള്ളത്. 31 37. കാണാതെ പഠിക്കാമെങ്കിൽ പിന്നെ നിങ്ങൾ അങ്ങ് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ എഴുതി എടുത്തിട്ടോ കാണാതെ അങ്ങ് പഠിച്ചോ. ഈ ഗുണപ്പട്ടയ്ക്ക് പഠിക്കുന്ന പോലെ അങ്ങ് പഠിച്ചോ. ഇനി 41 മുതൽ 50 വരെ. 41നും 50നും ഇടയിൽ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണമാണല്ലോ. 3 എണ്ണമാണുള്ളത്. അത് 41
43, 47. ഇനി 51 മുതൽ 60 വരെ അവിടെ രണ്ടെണ്ണം. അതേതൊക്കെയാണെന്നറിയോ? 53, 59. ഇനി അടുത്തത് 61 മുതൽ 70 വരെ. 61 മുതൽ 70 വരെ രണ്ടെണ്ണം. 61, 67. ഇനി 71 മുതൽ 80 വരെ 3. അതേതൊക്കെയാണ്? 71, 73, 79. 81 മുതൽ 90 വരെ രണ്ടെണ്ണം. 83, 89. 91 മുതൽ 100 വരെ ഒരെണ്ണം. അത് 97. ആകെ 25 എണ്ണം. സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ എടുത്തു വെച്ചോ. ഇനി എഴുതിയെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. നിങ്ങൾക്ക് പഠിച്ചു വെക്കാവുന്നുള്ളൂ. 2, 3, 5, 7, 11, 13, 17, 19, 23, 29, 31, 37, 41, 43, 47, 53, 59, 61, 67, 71, 73, 79, 83, 89, 97 എന്നും പറഞ്ഞ് കാണാതെ ഒരു 10 പ്രാവശ്യം അങ്ങ് പറഞ്ഞാൽ ഇതങ്ങ് പഠിച്ചോളൂ. ആകെ 25 എണ്ണം അല്ലേ ഉള്ളൂ. ഇത്രയും വലിയ കേട്ടറ്റ് പരീക്ഷയ്ക്ക് പഠിക്കുന്ന നിങ്ങൾക്ക് ഈ 25 നമ്പർ ഓർത്തിരിക്കാനാണോ പാട്? അല്ലേ? ഓക്കെ, സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഓൾ ക്ലിയർ? ശരി, അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവാം. ഇനി നമുക്ക് സംഖ്യകളിൽ പഠിക്കേണ്ട ഒരു സാധനമാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഈ ഒരു എന്താ പറയുന്നേ, അത് അങ്ങനെ ഒരു ചോദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് തരാം ഏകദേശം വരുന്ന രൂപത്തില്. 3, 5, 8, 13, അടുത്ത സംഖ്യ കണ്ടെത്തുക. അടുത്ത സംഖ്യ കണ്ടെത്തുക. 3, 5, 8, 13 അടുത്ത സംഖ്യ കണ്ടെത്തുക. ഇങ്ങനൊരു പാറ്റേൺ എപ്പോഴും തരാറുണ്ട്. ഈ പാറ്റേണിനെ നമ്മൾ വിളിക്കുന്നത് ഫിബിനോച്ചി നമ്പർ സീരീസ് എന്നാണ് പറയുന്നത്. ഫിബിനോച്ചി സംഖ്യാശ്രേണി. ഈ ഫിബിനോച്ചി സംഖ്യാശ്രേണി എന്ന് പറഞ്ഞാല് അടുത്തടുത്ത സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ തൊട്ടടുത്ത സംഖ്യ കിട്ടും. ഇപ്പൊ ഈ 5ഉം 3ഉം കൂട്ടി ഇപ്പൊ 8 കിട്ടി. 8ഉം 5ഉം കൂടെ കൂട്ടുമ്പോൾ എന്ത് ചെയ്യും? 13 കിട്ടും. 13ഉം 8ഉം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന എത്രയാണ്? 21. അപ്പൊ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 21 ആണ്. ഇനി തൊട്ടടുത്ത സംഖ്യ ആണെങ്കിൽ ഈ പറയുന്ന 23ഉം 21ഉം 13ഉം കൂടെ കൂട്ടണം. അപ്പൊ എത്രയാണ്? 40, 20ഉം 10ഉം 30, 34, 20, 10, 30, 33, 1, 34. അടുത്തത് 34ഉം 21ഉം കൂടെ കൂട്ടണം. അപ്പൊ എത്ര കിട്ടും? 30, 20, 50, 5, 4, 1, 5, 55. അങ്ങനെ തൊട്ടടുത്തടുത്ത സംഖ്യകൾ തമ്മിൽ കൂട്ടി വരുമ്പോ അടുത്ത സംഖ്യ കിട്ടുന്നത്, അടുത്തടുത്ത രണ്ട് സംഖ്യകൾ കൂട്ടുമ്പോൾ തൊട്ടടുത്ത സംഖ്യ കിട്ടുന്ന ഈ സംഖ്യാശ്രേണിനെ പറയുന്ന പേരാണ് ഫിബിനോച്ചി നമ്പർ. ഫിബിനോച്ചി നമ്പറുകൾ എഴുതി വെച്ചോ നിങ്ങള്. ഫിബിനോച്ചി നമ്പറുകൾ. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്, ഓൾ ക്ലിയർ. നെക്സ്റ്റ്, അടുത്തതാണ് ദശാംശ സംഖ്യകൾ. അടുത്തത് ദശാംശ സംഖ്യകൾ. ദശാംശ സംഖ്യകൾ. ഇവിടെ നമ്മൾ ദശാംശ സംഖ്യകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലൊക്കെ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഒക്കെ നമുക്ക് തരാറുണ്ട്, ഇല്ലേ? കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഒക്കെ നമുക്ക് തരാറുണ്ട്. അപ്പൊ അതിന്റെ അത് ചിലപ്പോൾ മിച്ച ഒരു പോയിന്റ് ഒരു ദശാംശ സംഖ്യയാണ്. അവിടെ വരുമ്പോൾ നമ്മൾ അതിന്റെ അവസാനം കൊണ്ടുപോയി കൂട്ടി തെറ്റിക്കും. അതായത് ഒരു സംഖ്യകൾക്കിടയിൽ ഒരു ഡോട്ട് വരുന്നതിന്, ഒരു ദശാംശം വരുന്നതിനെയാണ് നമ്മൾ ദശാംശ സംഖ്യകൾ എന്ന് പറയുന്നത്. ഉദാഹരണം ഇപ്പൊ ഒരു 82.98, അതുപോലെ 13.05, ഈ രണ്ട് സംഖ്യകളെ തമ്മിൽ കൂട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പെട്ടു, ചില സാഹചര്യങ്ങളിൽ പെട്ടുപോകാറുണ്ട്. അപ്പൊ ഈ ഒരു ദശാംശ സംഖ്യകളെ നമുക്ക് രണ്ട് രീതിയിൽ കൂട്ടാം.
1 എന്ന് പറയുന്നത് എന്താണ്? ഇത് ദശാംശം ഒഴിവാക്കി മൊത്തത്തിൽ അങ്ങോട്ട് കൂട്ടുക. എന്നിട്ട് എത്ര ദശാംശ സംഖ്യകൾ ഉണ്ടോ അത്രയും ദശാംശ സ്ഥാനം അവിടെ ഇട്ട് കൊടുക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ നമ്മൾ കൂട്ടുന്ന പോലെ തന്നെ കൂട്ടുക. ദശാംശത്തിന്റെ അപ്പുറത്തേക്ക് ശിഷ്ടം വരുന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് കൂട്ടി തീർത്തു പോവുക. ഞാനിവിടെ ഒന്ന് കാണിച്ചു തരാം. ദശാംശ സംഖ്യകൾ കൂട്ടുന്ന രീതി ജസ്റ്റ് ഒന്ന് ഇവിടെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കേ, നമ്മൾ സാധാരണ സംഖ്യകൾ കൂട്ടുന്ന പോലെ തന്നെ 2 സംഖ്യകൾ കൂട്ടാനുണ്ടെങ്കിൽ അങ്ങോട്ട് എഴുതി വെക്കുക. ഇവിടെ നോക്കിയേ, 5ഉം 8ഉം, 8ഉം 5ഉം 13ന് 3. ശിഷ്ടം വന്നു. നമ്മൾ അതുപോലെ തന്നെ കുഞ്ഞു പിള്ളേരെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ആ 1 നമ്മൾ ഇതിന്റെ മുകളിൽ എഴുതി ഇങ്ങനെ ബ്രാക്കറ്റിൽ ഇട്ട് വെച്ചു. ഇവിടെ നമുക്ക് നോക്കാം, 0 9 9ആണ്. 9 1 കൂടെ കൂടുമ്പോൾ 10 വരും. 10ന്റെ 0 ഇവിടെ ഇടുന്നു, ദശാംശ സ്ഥാനം താഴേക്ക് ഇറക്കി ഇടും. വീണ്ടും നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു 1 ശിഷ്ടമായിട്ടുണ്ട്. ആ 1 2ഉം 3ഉം 5ഉം 1ഉം 6 ആക്കി ഇവിടെ ഇടും. ഇനി 8 1ഉം 9, 96.03 നമ്മുടെ ഉത്തരം കിട്ടും. വേറെ ഒന്നും നമ്മൾ ചെയ്തില്ല. കിട്ടിയ ദശാംശ സ്ഥാനം കൃത്യമായിട്ട് താഴെ ഇറക്കി എഴുതി. അതുപോലെ തന്നെ എന്ത് ചെയ്തു, ആ ശിഷ്ടം കൊണ്ടുപോയി അപ്പുറം ഇട്ട് കൂട്ടി. അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കഥയൊന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഓർഡറോടെ നിങ്ങൾക്ക് തരാം, നിങ്ങൾക്കൊന്ന് ചെയ്തു നോക്കാൻ തരാം. 22.18 അധികം 16.13 ഒന്ന് കൂട്ടി നോക്കിക്കാം. നിങ്ങൾ കൂട്ടി നോക്കി ഉത്തരം ഒന്ന് കമന്റ് ചെയ്തേ. രജനി ബിജോ, ഒന്നുകിൽ മൈക്ക് ഓഫ് ആക്കി വെക്കുക, അല്ലെങ്കിൽ ഇറങ്ങി പോവുക. പോയി ചോറ് വെക്കുകയോ കറി വെക്കുകയോ ഒക്കെ ചെയ്തു. മറ്റുള്ളവർക്ക് ബാധ്യതയാവണ്ട. ഓക്കെ, ഞാൻ അങ്ങ് റിമൂവ് ചെയ്യണോ? വേണ്ട. ഓക്കെ, മൈക്ക് ഓഫ് ആക്കി നോക്കാം. ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. അവര് നന്നായിട്ട് അറിയാവുന്നവരായിരിക്കും. കുറച്ച് 2 മിനിറ്റോടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇഷ്ടം പോലെ കമന്റ്സ് വരുന്നുണ്ട്. നോക്കാം. 8 2 10 1 11 1 ശിഷ്ടം 1. ആ 1 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. 1 1 2 1 3 ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാനൊന്നും ഇല്ലേ? അപ്പൊ ഞാൻ ആ ദശാംശം അവിടെ ഇറക്കി എഴുതിയേ. 6ഉം 2ഉം 8, 2 1 3, 38.31. സിമ്പിൾ അല്ലേ? കൂട്ടാൻ സിമ്പിൾ അല്ലേ? അല്ലെ? ഇതേ പരിപാടി തന്നെ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാനും, കുറയ്ക്കാനും. എന്താണ് ഇവിടെ കുറയ്ക്കുന്ന ചിഹ്നം ഇടുന്നു, ബാക്കി അതുപോലെ തന്നെ. ഇതൊന്ന് കുറച്ച് നോക്കിക്കാം നിങ്ങൾ. എട്ടിൽ നിന്ന് 3 പോയാൽ എത്ര കിട്ടും? മറ്റേ 1ൽ നിന്ന് പിള്ളേരെ പഠിക്കുന്ന പോലെ, മക്കളെ 5 വിരലെടുത്തേ, അതിന്റെ കൂട്ടത്തിൽ 3 വിരലും കൂടെ എടുത്തേ, അതിൽ നിന്ന് 3 കുറച്ചേ, പിന്നെ എത്രയുണ്ട് എന്ന് ചോദിക്കുന്ന അവസ്ഥ വരുമോ? ഇല്ല. പെട്ടെന്ന് വരുന്നുണ്ട്. 8ൽ നിന്ന് 3 പോയാൽ 5 ഇല്ലേ? 1ൽ നിന്ന് 1 പോയാൽ 1ൽ നിന്ന് 1 പോയാൽ ഒന്നുമില്ല. അപ്പൊ പിന്നെ പോയിന്റ് കിട്ടും. അവിടെ 0. ആ 0 നമ്മൾ അവിടെ ഇടണം കേട്ടോ. 0 ഇടാതെ പോകരുത്. 1ൽ നിന്ന് 1 പോയാൽ 0. പിന്നെ ദശാംശ സ്ഥാനം നമ്മൾ ഇറക്കി എഴുതി. അടുത്തത് 2ൽ നിന്ന് 6 പോവോ? പോകുകയില്ല. അപ്പുറത്ത് നിന്ന് 1 കടം മേടിച്ചു. അങ്ങനെ 12ൽ നിന്ന് 6 പോയപ്പോ 6 കിട്ടി. ഇവിടെ നിന്ന് 1ൽ നിന്ന് 1 പോയാൽ 0. അപ്പം 6.05. ആരോ അതിന്റെ ഇടയ്ക്ക് ഇത് പ്രസന്റ് ചെയ്തു പോയി അല്ലേ? മേരി സോണി അപ്പോഴത്തേക്കും പ്രസന്റ് ചെയ്തിട്ട് എന്റെ അങ്ങ് കളഞ്ഞു. നമുക്ക് മേരി സോണി ഇനി ബാക്കി പഠിപ്പിക്കട്ടെ. നമുക്ക് അത് വെച്ച് കാണാം. മേരി സോണി എത്രയും പെട്ടെന്ന് പ്രസന്റേഷൻ ഓഫ് ചെയ്താൽ ഞാൻ ഒന്നുകൂടെ പ്രസന്റ് ചെയ്യും. ഇതാണ് ഇതുപോലുള്ള ഈ വികൃതികൾ, ചില വികൃതികൾ കയറും നമ്മുടെ ക്ലാസ്സിൽ. അത് കൂട്ടൊരു വികൃതിയാണ്. ഏതെങ്കിലും ടൂള് കണക്ട് ചെയ്യാം. സാറേ, എന്തോ 6ന്റെ മുമ്പിൽ 0 ഇടണ്ടേ? വേണ്ട, അത് 0 ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ. മേരി സോണി, എന്തെങ്കിലും തീരുമാനമുണ്ടോ? മേരി സോണിയുടെ അക്കൗണ്ടിൽ നിന്ന് 12 രൂപ പിടിച്ചിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. തൽക്കാലം മേരി സോണിനെ നമുക്കങ്ങ് റിമൂവ് ചെയ്യില്ല. നമ്മളെ പരിപാടി നടക്കില്ല. ഇതേക്കൂട്ട് വികൃതികൾ ഇടയ്ക്ക് കയറും. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ. ഇനി നിങ്ങൾക്ക് ഇവിടെ 0 ഇടണമെങ്കിൽ 1ൽ നിന്ന് 1 പോയാൽ 0 എന്ന് ഇടാം. 0 ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അവിടെ. കാരണം ഇപ്പുറത്തേക്ക് എത്ര 0 ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഒരിക്കലും കണക്ക് കൂട്ടുന്നില്ല. അതുകൊണ്ട് 0 വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഇത് കൂട്ടാനും കുറയ്ക്കാനും നിങ്ങൾ പഠിച്ചല്ലോ. കുറച്ചെണ്ണം നിങ്ങൾ ഇട്ട് ചെയ്തു നോക്കണം. ഈ കൂട്ടാനും കുറയ്ക്കാനും പഠിപ്പിച്ചപ്പോ ഞാനൊരു കാര്യം വിട്ടുപോയി. നമ്മളോട് നേരത്തെ പഠിക്കേണ്ട വേറൊരു സാധനമുണ്ട്.
എന്താണ് ഈ ദശാംശ സംഖ്യകൾ കൂട്ടുമ്പോൾ നമുക്ക് വരുന്ന ഒരു സാധനമാണ് ബോട്ട് മാസ്. കുറെ സംഖ്യകൾ തരും, എന്നിട്ട് അത് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറഞ്ഞ് നമുക്ക് വരാറുണ്ട്. അപ്പൊ നമുക്ക് ഇനി അടുത്തത് നോക്കേണ്ടത് ബോട്ട് മാസിന്റെ റൂളാണ്. എന്താണ് ബോട്ട് മാസ്? സാർ ഒരു സംശയം ചോദിച്ചോട്ടെ? യെസ്, ചോദിക്കും. സംശയങ്ങൾ ചോദിക്കാനാണല്ലോ ഇവിടെ സമയം. സാർ 22.18 മൈനസ് 16.13 പറഞ്ഞല്ലോ. ആ സ്ഥാനത്ത് ഈ 1.613 എന്ന് പറഞ്ഞ എങ്ങനെ ചെയ്യാ? പോയിന്റ് 613 ഒരു മിനിറ്റ് ടീച്ചർ, ഞാൻ ഒന്ന് എഴുതിക്കോട്ടെ, എന്നിട്ട് ടീച്ചറിന്റെ പ്രശ്നം പരിഹരിച്ചു തരാം. ടീച്ചറുടെ ചോദ്യം എന്താ പറഞ്ഞേ? രണ്ടോടത്ത് ദശാംശം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാ? അതായത് ആ ചോദ്യം പറഞ്ഞേ, ഞാൻ പറഞ്ഞുതരാം. 22.18 അതിൽ നിന്ന് എത്ര കുറയ്ക്കണം? 1.613 ആയിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ? 1.613 ഇങ്ങനെ വന്നാൽ എങ്ങനെ കുറയ്ക്കും എന്നല്ലേ ചോദിക്കുന്നേ? അല്ല, പോയിന്റ് എങ്ങനെ ഇടുന്ന? സ്ഥാനം എങ്ങനെ ഇടുക? ഇത് ഞാനിപ്പോ ഇട്ടിട്ടുണ്ടല്ലോ, സ്ക്രീനിൽ നോക്കിക്കേ. ഇപ്പൊ നോക്കിക്കേ, ഇവിടെ ഒരു കുഴപ്പമുണ്ട്. താഴെ 3 ദശാംശമുണ്ട്, മുകളിൽ 2 അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ കയ്യിൽ നിന്ന് എടുത്ത് ഒരെണ്ണം മുകളിൽ അങ്ങ് ഇട്ടേക്കണം. 0-ന് ഒരു വിലയില്ല. അപ്പൊ അതുകൊണ്ട് മേളിൽ എത്ര 0 വേണമെങ്കിലും, ദശാംശ സ്ഥാനത്തിൽ അപ്പുറത്തേക്ക് നമ്മളൊരു സംഖ്യക്ക് എത്ര 0 വേണമെങ്കിലും നമുക്ക് ഇടാം. അത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ഇടാം. അതിന് പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കണ്ട. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വരുന്ന ചോദ്യം നല്ല ചോദ്യമാണ്. ഈ 3 സംഖ്യകൾ വന്നാൽ മുകളിൽ 2 ഉള്ളെങ്കിൽ ഒരു 0 കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? മുകളിലും 3 ആക്കുക. ഇത് ചെയ്യാൻ എളുപ്പമല്ലേ? 0-ന് 3 പോകൂല. 10-ന് 3 പോകും, 7. ഇവിടെ നിന്ന് കടമെടുത്തായിരുന്നു, 7 ഉള്ളൂ. 7-ൽ നിന്ന് 1 പോയാൽ എത്ര വരും? 6 വരും. പിന്നെ 1-ൽ നിന്ന് 6 പോവോ? അപ്പൊ നമ്മൾ ഈ ദശാംശത്തിന്റെ ഇപ്പുറത്തുനിന്ന് നമുക്ക് കടമെടുത്തോണ്ട് വരണം. ഇവിടെ നിന്ന് നമ്മൾ കടമെടുത്തോണ്ട് വരുന്നു. ഇവിടെ നമ്മൾ 11 ആക്കുന്നു. 11-ൽ നിന്ന് 6 പോയാൽ എത്ര കിട്ടും? 5 കിട്ടും. പിന്നെ നമ്മൾ ദശാംശ സ്ഥാനം അവിടെ തന്നെ എടുത്തെഴുതുന്നു. വീണ്ടും 1-ൽ നിന്ന് 1 പോയാൽ 0 2 താഴേക്ക് ഇറക്കി എഴുതി. 20.567 എന്ന് കിട്ടും. ഓക്കെ, സെറ്റല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് മുകളിൽ ഒരു ചോദ്യം എഴുതിയിട്ടുണ്ട്, കണ്ടോ? ആ ചോദ്യം ഞാനത് പറയുമ്പോൾ നിങ്ങളോട് പറഞ്ഞു തരും. എന്നാലും ടീച്ചർ ചോദിച്ച കാര്യം ഞാൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞു തരും. ഇവിടെ നോക്കിക്കോ, നമുക്കൊരു ചോദ്യമുണ്ട്. 22.18 പ്ലസ് 16.13 പ്ലസ് 26.005 മൈനസ് 1.001. ഇതിന്റെ ഉത്തരം എത്രയാണെന്ന് കണ്ടുപിടിക്കും. ഇവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റൂളുണ്ട്, ബോട്ട് മാസ്. ഈ ബോട്ട് മാസിന്റെ അകത്ത് എന്താണ്? ബി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ്. നമുക്ക് ബ്രാക്കറ്റുകൾ ഉണ്ടാവും. അത് ആദ്യമേ നമുക്കിപ്പോ ഒരു ചോദ്യം തരുന്ന ആ ചോദ്യത്തിന്റെ അകത്ത് ഇവിടെ 2 ബ്രാക്കറ്റ് തന്നിട്ടുണ്ടെന്ന് കൂട്ടിക്കോ. അപ്പൊ ഈ ബ്രാക്കറ്റിന്റെ അകത്തുള്ളത് ആദ്യം ചെയ്യണം എന്നുള്ളതാണ് അവിടെ ബി എന്ന് പറഞ്ഞത് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഓ എന്ന് പറയുന്നിടത്ത് നമുക്ക് എന്തെങ്കിലും ഹരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പൊ ചരങ്ങൾ എന്ന് പറയുന്നത് നമുക്കിപ്പോ ഒരു എന്താ പറയാ, ഒരു സ്ക്വയർ, ഇപ്പൊ ഒരു 5ന്റെ സ്ക്വയർ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 5 സ്ക്വയർ പ്ലസ് 2 അധികം 3 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ 5ന്റെ സ്ക്വയർ ആയിരിക്കണം. അതായത് 25 പ്ലസ് 2 അധികം 3, 25 2 27 3 30 എന്നിങ്ങനെ ആൻസറിലേക്ക് എത്തണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഓ എന്ന് പറയുന്ന സാധനം കിടക്കുന്നത്. ഇനി ഡി എന്ന് പറഞ്ഞാൽ ഡിവിഷൻ, ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചോദ്യത്തിന്റെ അകത്ത് എവിടെയെങ്കിലും ഹരിക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് ഹരിച്ചതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ളതിലേക്ക് പോകാവുള്ളൂ എന്നാണ്. അപ്പം ഡിവിഷൻ ചെയ്യാനുണ്ടെങ്കിൽ ഡിവിഷൻ ചെയ്യാം. അതിനുശേഷം മാത്രമാണ് എം, മൾട്ടിപ്ലിക്കേഷൻ. ഗുണിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഗുണിക്കാം. അതിനുശേഷം അഡീഷൻ, കൂട്ടാനുണ്ടെങ്കിൽ കൂട്ടാം. ഏറ്റവും അവസാനം സബ്സ്ട്രാക്ഷൻ, അതായത് കുറയ്ക്കാനുണ്ടെങ്കിൽ കുറയ്ക്കാം. ഇപ്പൊ ഈ ചോദ്യത്തിന്റെ അകത്താണെങ്കിൽ നോക്കിക്കേ, കൂട്ടാനുണ്ട്, ഇവിടെ കൂട്ടാനുണ്ട്, ഇവിടെ കൂട്ടാനുണ്ട്, ഇവിടെ കൂട്ടാനുണ്ട്, അവസാനം ഒരെണ്ണം കുറയ്ക്കാനുണ്ട്. അപ്പൊ ഈ ചോദ്യം നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം തൊട്ടേ നമുക്ക് വെച്ചങ്ങോട്ട് പിടിക്കാം. ഒന്ന് ചെയ്തു നോക്കിക്കാം നിങ്ങൾ. 22.18 അധികം 16.13 ഇതൊന്ന് ചെയ്തു നോക്കുമ്പോ നമുക്കറിയാം 8ഉം 2ഉം 10ഉം 1ഉം 11. ശിഷ്ട 1, 1 1 2, 2 1 3. ദശാംശ സ്ഥാനം നമ്മൾ അവിടെ ഇറക്കി എഴുതി. 6ഉം 2ഉം 8, 2 1 3.
നമുക്ക് 38.31 കിട്ടി. 38.31. അടുത്തത് ഇതിന്റെ കൂട്ടത്തിൽ കൂട്ടേണ്ടത് എത്രയാണ്? 26.005 മുകളിൽ 2 എണ്ണവും താഴെ 3 എണ്ണം ഉണ്ട്. അപ്പൊ മുകളിൽ ചുമ്മാ ഒരെണ്ണം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കുക, എന്നിട്ട് കൂട്ടുക. 5 താഴേക്ക് ഇറക്കി എഴുതി, 1 താഴേക്ക് ഇറക്കി എഴുതി, 3 താഴേക്ക് ഇറക്കി എഴുതി, ദശാംശ സ്ഥാനം കൊടുത്തു. അതിനുശേഷം 8ഉം 6ഉം 8ഉം 6ഉം എത്രയാ? 14. ശിഷ്ടം 1. 2ഉം 1ഉം 3ഉം 3ഉം 6. 64.315 എന്ന് കിട്ടി. ഇനി കുറയ്ക്കാനുള്ളത് സബ്സ്ട്രാക്ഷൻ ഏറ്റവും അവസാനം 64.315 മൈനസ് 1.001. കുറയ്ക്കാം. 5ൽ നിന്ന് 1 പോയാൽ എത്ര കിട്ടും? 4 കിട്ടും. 1 താഴേക്ക് ഇറക്കി എഴുതാം, 3 താഴേക്ക് ഇറക്കി എഴുതാം, ദശാംശം ഉണ്ട്. 4ൽ നിന്ന് 1 പോയാൽ എത്രയാണ്? 3. 6 താഴേക്ക് ഇറക്കി എഴുതാം. അങ്ങനെ 63.314. സാധാരണ നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ചോദ്യത്തിന്റെ ഇവിടെ ഇങ്ങനെ 28ാമത്തെ ചോദ്യമാണെന്ന് എഴുതുക. ആ 28ന്റെ ഇവിടെ വട്ടം ഇട്ട് വെച്ചിട്ട് നമുക്ക് ഏറ്റവും അവസാനം ചെയ്യാം. ഇത് വലിയ പാടുള്ള ചോദ്യമായതുകൊണ്ട് ഇത് പിന്നത്തേക്ക് ചെയ്യാം എന്ന് കരുതിയിരിക്കും. അപ്പൊ നമ്മൾ ഈ ബോട്ട്മാസിന്റെ റൂള് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ബോട്ട്മാസ് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് ആദ്യം ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിന്റെ അകത്തുള്ളത് ചെയ്യുക. 2 എന്ന് പറയുന്നത് ചരങ്ങൾ അല്ലെങ്കിൽ കൃത്യംഗങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യുക. ഡി ഡിവിഷൻ, എം മൾട്ടിപ്ലിക്കേഷൻ, എ അഡീഷൻ, എസ് സബ്സ്ട്രാക്ഷൻ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ മൊത്തത്തിൽ തരാം, അതും കൂടി ഒന്ന് ചെയ്തു നോക്കാം നമുക്ക്, എന്നിട്ട് പുറത്തേക്ക് പോകാം. ആ ചോദ്യം എഴുതിയെടുത്തോളൂ. 6 + 3 + 8 മൈനസ് 250 ഗുണം 10 ഭാഗം 2 അധികം 100 സമം എത്ര? നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് 2 മിനിറ്റ് സമയം തരാം. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും? പോവും ചോദ്യത്തിലേക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട്. ഓ എന്ന് പറയുന്നത് എന്തെങ്കിലും ചരങ്ങൾ ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഓഫ് എന്നാണ് പറയുന്നത്. ചരങ്ങൾ, അതായത് കൃത്യംഗങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഇപ്പൊ ഇവിടെ ഇല്ല, ബ്രാക്കറ്റും ഇല്ല. ബാക്കിയുള്ളത് അങ്ങ് ചെയ്താൽ മതി. ഇതിന്റെ കഥ എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഇത് കഴിയുമ്പോൾ കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഇത് തീർന്നാലേ നമുക്ക് അതിലേക്ക് പോകാൻ പറ്റും. തിരക്കൊന്നും പിടിക്കണ്ട, സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്താൽ മതി. ആദ്യം ഡിവിഷൻ ഉണ്ടായി ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്സ്ട്രാക്ഷൻ. പെട്ടെന്ന് ചെയ്യാം. കുഞ്ഞുവാവകളൊന്നും അല്ലല്ലോ, ടീച്ചർമാരല്ലേ, ടീച്ചർ മാമന്മാരും ടീച്ചർ മാമിമാരും അല്ലേ, പിന്നെ കുറച്ച് ടീച്ചർ സിസ്റ്റർമാരും. ക്രിസ്റ്റി ക്ലീറ്റസ് കഴിഞ്ഞു, ജസ്റ്റിൻ ജോസഫ് കഴിഞ്ഞു. ആരും ഇടണ്ട, നമ്മൾ നോക്കാം. നമുക്ക് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കും. അഞ്ജലി ജോർജ് കഴിഞ്ഞു. പക്ഷെ അഞ്ജലി ജോർജിന്റെ ഉത്തരം തെറ്റാന്നാട്ടോ എനിക്ക് തോന്നുന്നത്. ഒന്നും കൂടെ വേണമെന്ന് പുനഃപരിശോധിക്കാം. ചിഞ്ചു ജോയ് കഴിഞ്ഞു, രമ്യ സുരേഷ് കഴിഞ്ഞു, ശാന്തി കണ്ണൻ കഴിഞ്ഞു, വർഷാബാബു കഴിഞ്ഞു. നമുക്ക് നോക്കാം, എന്തായാലും നമുക്ക് ഇതിലൊന്ന് ചെയ്തു നോക്കാം അല്ലെ. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് ബ്രാക്കറ്റ് ഇല്ല, അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് വേറെ കൃത്യംഗങ്ങളോ കൃതികളോ ഒന്നുമില്ല. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡിവിഷനാണ്. ഫസ്റ്റ് സ്റ്റെപ്പ്, ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവിഷൻ ചെയ്യുന്നു. ഇവിടെ ഡിവിഷൻ ചെയ്യാൻ എവിടെയുണ്ട്? 2 സംഭവങ്ങളുണ്ട്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് ഞാനൊന്ന് എടുത്ത് എഴുതാൻ താഴേക്ക്.
6 + 3 + 8 - 250 × 10 ഭാഗം 2 + 100. നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് 10/2. എത്രയാ 10/2 എന്ന് പറയുന്നത്? 5. 5. അപ്പൊ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം. 6 + 3 + 8 - 250. പിന്നെ ഇൻറ്റു നമ്മൾ ഇത് കണ്ടുപിടിച്ചു 5 + 100. ഇനി എന്നാ നമ്മൾ ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഇതിന്റെ അകത്ത് എന്താ ചെയ്യേണ്ടത്? ഒന്നുമല്ല പറയാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഡിവിഷൻ ഉണ്ടായിരുന്നു, ആ ഡിവിഷനെ നമ്മൾ ചെയ്തു, ചുരുക്കി. ഇവിടെ 10/2 എന്ന് പറയുന്നത് 5 ആക്കി. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. ഈ സ്റ്റെപ്പിൽ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത്? ഡിവിഷൻ കഴിഞ്ഞു, ഇനി മൾട്ടിപ്ലിക്കേഷൻ. ഗുണിക്കാനുണ്ടോ? ഉണ്ട് അല്ലെ? ഇവിടെ ഒരു ഗുണനം കിടപ്പുണ്ട്. ഒരു 25 × 5 ഇവിടെ കിടപ്പുണ്ട്. നമുക്ക് നോക്കാം. 6 + 3 + 8 - 25 × 5. 25 × 5 എന്ന് പറയുമ്പോ എത്രയാ? 250 അല്ലേ? 250. 250 × 5 എത്രയാണ്? 250 × 5 1250. 250 + 100. ഇനി എന്നാ പറഞ്ഞേക്കുന്നത്? മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇനി നമ്മളോട് അഡീഷൻ ആണ് പറഞ്ഞേക്കുന്നത്. എവിടെയെങ്കിലും ഒക്കെ കൂട്ടാനുണ്ടെങ്കിൽ കൂട്ടിക്കോ മക്കളെ എന്നാ പറഞ്ഞേക്കുന്നത്. ഇവിടെ നോക്കാം. 6 ഉം 3 ഉം 9. 9 ഉം 8 ഉം എത്രയാ? 17. 9 8 17. പിന്നെ ഒരു മൈനസ് ആ കിടക്കുന്നത്. മൈനസിനെ അവിടെ നിലനിർത്തിക്കോ. തൊട്ടപ്പുറത്തേക്ക് കൂട്ടാനുള്ളതുണ്ട്. 1250 100 1350. ഈ അവസാനം എന്താണ്? സബ്സ്ട്രാക്ഷൻ, കുറയ്ക്കാനുള്ള സമയമായി. 1350 - 17. 10ൽ നിന്ന് 7 പോകില്ല. 1 കടം മേടിച്ചു. അപ്പൊ എത്രയായി? സോറി, 0ൽ നിന്ന് 7 പോകാതെ 10ൽ നിന്ന് 7 പോയാൽ 3 ആയി. 4ൽ നിന്ന് 1 പോയാൽ 3 ആയി. വീണ്ടും 3 ഇറക്കി എഴുതി 1. ഉത്തരം 1 3 3 3. എന്ത് സിമ്പിളാ അല്ലെ? ചോദിച്ചോട്ടെ. അതായത് ഇപ്പം ഇവിടെ നമ്മളിപ്പം ചിഹ്നങ്ങൾ പഠിക്കുമ്പോ ഇപ്പൊ -1250 + 100 എന്നാണല്ലേ അവിടെ കണക്കാക്കേണ്ടത്? അതായത് വലുത് ചെറുത് കുറക്കുക, എന്നിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ സംഖ്യ മൈനസ് ആണെങ്കിൽ നമുക്ക് ബ്രാക്കറ്റിന്റെ അകത്ത് തരും ഈ മൈനസ് ഇങ്ങനെ. അപ്പൊ ഇത് -1250 ആവും. അല്ലെങ്കിൽ അവിടെ എന്താണ്? ആ സംഖ്യക്ക് ഇപ്പുറത്തെ ഒരു മൈനസാ തന്നേക്കുന്നെങ്കിൽ അത് കുറയ്ക്കുക എന്നുള്ള ഒരു ഒറ്റ ചിന്ത മാത്രം അവിടെ പോയാൽ മതി. വലിയ ഉഗാണ്ടാപരമായിട്ടുള്ള ചിന്തകളൊന്നും നമുക്ക് അവിടെ വേണം. ഓക്കെ, യെസ്. അപ്പൊ ഈ ബോട്ട് മാസിന്റെ റൂള് കാണാതെ പഠിച്ച് വെക്കണം. ഓക്കെ. ജിമ്മി മൈക്കൊന്ന് ഓഫാക്കാമോ? വിരോധം ഇല്ലെങ്കിൽ മതി. ഓക്കെ, സന്തോഷം. ഇനി നമുക്ക് പഠിക്കാനുള്ള 2 സാധനങ്ങൾ കൂടെ നമ്മൾ ഇതിന്റെ അകത്തുണ്ട്. അതിനുശേഷം നമുക്ക് അടുത്തതിലേക്ക് പോകാം. അത് ഒന്നെന്ന് പറയുന്നത് വേണ്ട, അത് നമുക്ക് നെഗറ്റീവ് സംഖ്യയാണെന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നെഗറ്റീവ് ഇടുകയോ വേണ്ട. സംഖ്യ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളൂ. നിങ്ങളെ ഓപ്ഷൻസിന്റെ അകത്തുനിന്ന് നെഗറ്റീവ് സംഖ്യ ഒന്നും തരികയില്ല, പോസിറ്റീവ് സംഖ്യ മാത്രമേ തരൂ. അതുകൊണ്ട് നിങ്ങൾ ആ പോസിറ്റീവ് സംഖ്യ 1333, 1333 പോസിറ്റീവും 1333 നെഗറ്റീവും തന്നാല് മാത്രം നമ്മൾ മറ്റേ പഴയ റൂളിലേക്കൊക്കെ പോയാൽ മതി. ഏത്? വലിയത് 2 സംഖ്യകൾ തന്നാൽ അതിന്റെ വലുതിന്റെ ചിഹ്നം കൊടുക്കുക എന്നൊക്കെ ഉള്ള സെറ്റപ്പിലേക്ക് പോയാൽ മതി. ഇവിടെ അതൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾക്ക് തന്നേക്കുന്ന സംഖ്യ എടുത്ത് അങ്ങോട്ട് എഴുതി വെച്ചാൽ മാത്രം മതി. ശരി, ഇനി അടുത്തത് നമുക്ക് പഠിക്കേണ്ടത് മുഖവില. ഒരു സംഖ്യയെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രത്യേകം പഠിക്കേണ്ട ഒരു സാധനമാണ് മുഖവില എന്ന് പറഞ്ഞാൽ. ഇപ്പൊ പറയാം, ഒരു 4 8 6 7 3 2 എന്ന് പറയുന്ന ഒരു സംഖ്യ. വ്യത്യസ്തമായ സംഖ്യകളല്ലേ? അതെ. ഈ സംഖ്യ നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളോട് പറയുകയാണ്, ഇതിൻ്റെ അകത്ത് 6ന്റെ മുഖവില ഒന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞാൽ, 6ന്റെ മുഖവില എന്ന് പറഞ്ഞാൽ, മുഖവിലയുടെ ഇംഗ്ലീഷ് വാക്ക് ഫേസ് വാല്യൂ എന്നാണ്. അതായത് ഫേസ് വാല്യൂ എന്ത് എന്ന് ചോദിച്ചാൽ മുഖവില എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഏത് സംഖ്യയുടെ മുഖവിലയാണോ ചോദിക്കുന്നത് ആ സംഖ്യ തന്നെയായിരിക്കും അതിന്റെ മുഖവില. ഉദാഹരണം, നിങ്ങൾ ഇപ്പൊ റിയ ജേക്കബ് എന്ന് പറഞ്ഞ ടീച്ചർ നേരെ പോയി കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുക, നല്ല സുന്ദരിയായി മേക്കപ്പ് ഒക്കെ ചെയ്ത് പുട്ടിക്കിട്ട് മുടിയൊക്കെ കെട്ടി സെറ്റപ്പായിട്ട് വന്ന് നിൽക്കുക. നിന്ന് കഴിയുമ്പോൾ ഞാൻ കണ്ണാടിയിലേക്ക് നോക്കുമ്പം റിയ ജേക്കബ് ടീച്ചർ, റിയ ടീച്ചറിനെയാണോ കാണുന്നത്? അവിടെ കാവ്യമാധവനെയാണോ കാണുന്നത്? റിയ ടീച്ചറിനെ തന്നെയല്ലേ കാണുന്നത്?
അത്രേ ഉള്ളൂ ഈ മുഖവില എന്ന് പറഞ്ഞു. ഏത് സംഖ്യയുടെ മുഖവില ചോദിച്ചാലും ആ സംഖ്യ തന്നെയായിരിക്കും അതിന്റെ മുഖവില എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഒരു സംഖ്യ കൂടെ നിങ്ങൾക്ക് ഞാൻ തരാം. ഒന്ന് ചുമ്മാ നിങ്ങളൊന്ന് എഴുതി നോക്കിക്കോ. 6, 7, 8, 1, 3. ഇതിന്റെ അകത്ത് 8ന്റെ മുഖവില എത്രയാ? 8. ഇത്ര നേരം ഞാൻ പഠിച്ചിട്ട് ഒരു ഉത്തരവേലും പറയാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കുവായിരുന്നു. ഇന്ന് കിട്ടിയ ചാൻസ് അങ്ങോട്ട് ഉപയോഗിച്ചേക്കാന്ന. ശരി, ഓക്കെ, 8. ഇനി ഒരു സംഖ്യയുടെ നമ്മൾ സ്ഥാനവില കൂടി പഠിക്കും. ഒരു സംഖ്യയുടെ സ്ഥാനവില. സ്ഥാനവില എന്ന് പറഞ്ഞാൽ പ്ലേസ് വാല്യൂ. സംഖ്യ ഞാൻ തരാം. 6, 7, 8, 9, 1, 2. ഇതിന്റെ അകത്ത് 9ന്റെ സ്ഥാനവില എത്ര? സാറേ 900. നോക്കാം. 100. അവിടെ നമുക്ക് നമ്മളെ ചെറുപ്പത്തിൽ പഠിച്ചു വെച്ചേക്കുന്ന നമ്മളെ തെറ്റിക്കുന്ന ഒരു സാധനമാണ് ഈ സ്ഥാനവില. കാരണം നമുക്ക് ചെറുപ്പത്തിൽ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മളെ ഈ പ്ലേസുകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന്. എവിടെ നിന്ന് ഇങ്ങനെ ഇപ്പുറത്തുനിന്ന് എണ്ണി തുടങ്ങണം. ആദ്യത്തേത് ഒറ്റ, രണ്ടാമത്തേത് 10, മൂന്നാമത്തേത് 100, നാലാമത്തേത് 1000, പിന്നേത് 10,000, പിന്നേത് ലക്ഷം എന്നൊക്കെ നമ്മളെ ഇങ്ങനെ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട് അല്ലെ? അത് വെച്ചിട്ടാണ് നമ്മൾ കൂട്ടുന്നത്. പക്ഷെ ഇതിന്റെ അകത്ത് സ്ഥാനവില കാണുമ്പോൾ ആ സ്ഥാനത്തിന്റെ വില കൊണ്ട് ഗുണിച്ചിട്ട് വേണം സ്ഥാനവില പറയാൻ. ഇവിടെ ഒക്കെ ഓരോ ആൾക്കാരുണ്ട്. ഇതിന്റെയൊക്കെ ഇടയിൽ ഒരു ഗുണനം ഒളിച്ചിരിപ്പുണ്ട്. ആ ഗുണനം കൊണ്ട് ഗുണിച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? സ്ഥാനവില പറയാനായിട്ട്. നമ്മൾ 3ാം ക്ലാസ്സിൽ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ അകത്ത് എത്ര 100 ഇതിന്റെ അകത്ത് എത്ര 1000 ഉണ്ട്. അപ്പൊ കുറെ 100കളും കുറെ 1000ങ്ങളും കുറെ 10കളും ചേർത്താൽ ഈ ഒരു സംഖ്യ എങ്ങനെ നമുക്ക് നിർമ്മിക്കാം എന്ന് ചോദിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. ആ രീതിയാണ്. അതായത് ഒരു സംഖ്യ നമുക്ക് തന്നാൽ ആ സംഖ്യക്ക് നമ്മൾ സ്ഥാനങ്ങൾ ഇടുമ്പോൾ ആ സ്ഥാനങ്ങളുടെ എല്ലാം ഇടയിൽ എന്തുണ്ട്? ഒരു ഗുണന ചിഹ്നം ഒളിച്ചിരിപ്പുണ്ട്. അതായത് ഇത് 1ന്റെ സ്ഥാനമാണെങ്കിൽ ഇവിടെ ഒരു ഇൻറ്റു ഉണ്ട്. ഇത് 10ന്റെ സ്ഥാനമാണെങ്കിൽ ഇവിടെ ഒരു ഇൻറ്റു ഉണ്ട്. ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ ഒരു 100ന്റെ അടുത്തൊരു ഇൻറ്റു ഉണ്ട്. ഇത് 1000 ആണെങ്കിൽ എന്താണ്? ഇവിടെ ഒരു ഇൻറ്റു ഉണ്ട്. ഇത് 10,000 ആണെങ്കിൽ ഇവിടെ ഒരു ഇൻറ്റു ഉണ്ട്. ഇതൊരു ലക്ഷമാണെങ്കിൽ ഇവിടെയും ഒരു ഇൻറ്റു ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇത് എങ്ങനെ വായിക്കുന്നത്? ഈ 6ഉം ലക്ഷവും കൂടെ കൂട്ടുമ്പോൾ 6,00,000, 7ഉം 10,000 കൂടെ കൂട്ടുമ്പോൾ 70,000, 8ഉം 1000 കൂടെ കൂട്ടുമ്പോൾ 78,000, 9ഉം 100ഉം കൂടെ കൂട്ടുമ്പോൾ 900, പിന്നെ 1ഉം 10ഉം കൂടെ കൂട്ടുമ്പോൾ 10, പിന്നെ 2ഉം 1ഉം കൂടെ ഗുണിക്കുമ്പോൾ 2. അങ്ങനെ 6,78,912 എന്ന് വായിക്കുന്നത് അങ്ങനെയാണ്. അപ്പം ഓരോ സംഖ്യയുടെയും ഇടയ്ക്ക് വന്നിരിക്കുന്ന സ്ഥാനത്തിനെ ആ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് എന്താണോ അതായിരിക്കും അതിന്റെ സ്ഥാനവില. 9ന്റെ സ്ഥാനവില എത്രയാന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? 9നെ അതിന്റെ സ്ഥാനം കൊണ്ട് ഗുണിക്കണം. സ്ഥാനം എന്ന് പറയുന്നത് എത്രയാണ്? 100. 100 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 900 കിട്ടും. അതാണ് അതിന്റെ സ്ഥാനവില. അങ്ങനെയെങ്കിൽ 6ന്റെ സ്ഥാനവില എത്രയാ? 6 ലക്ഷം. 2ന്റെ സ്ഥാനവില എത്രയാ? 2. 8ന്റെ സ്ഥാനവില എത്രയാ? 8,000. അതാണ് സ്ഥാനവില എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സ്ഥാനവില പഠിച്ചു, മുഖവില പഠിച്ചു, കുറെ സാധനങ്ങൾ പഠിച്ചു. ഇതെല്ലാം പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കാം. കൃത്യം 10 മണിയായിട്ടുണ്ട്. ഓർത്ത് നോക്കിയിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, ചിഞ്ചു ജോയി ഒന്ന് മൈക്ക് ഓഫ് ആക്കിക്കും. താല്പര്യം ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണം. ഓക്കെ, നമുക്ക് അത് ചോദ്യങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം. ഒന്നാമത്തെ ചോദ്യം നോക്കിക്കുക. നിങ്ങൾ ഉത്തരം ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി. അതിന്റെ ഏതാണ് ഓപ്ഷൻ എന്ന് മാത്രം ഒന്ന് കമന്റ് ചെയ്താൽ മതി. ബോട്ട്മാസ് നിയമത്തിൽ ആദ്യം ചെയ്യേണ്ട പ്രവൃത്തി ഏതാണ്? ഡി, ബ്രാക്കറ്റ് ആണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇനി
രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 25 ഗുണം 6 പ്ലസ് 4 സമം എത്ര? ബോട്ട്മാസ് റൂൾ ആണ്. വിളിച്ചു നോക്കിക്കേ. ഇവിടെ നമ്മളോട് ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? 25 ഗുണിക്കണം 6 പ്ലസ് 4 എന്ന് പറയുന്നത് എത്രയാണ്? 10 സമം 250 ആണ് ഉത്തരം വരുന്നത്. നോക്കാം, ഉത്തരം 250. ശരി, അടുത്തതിലേക്ക് പോവാം. 7 ഭാഗം 6 ഗുണം 3 ഒന്ന് ചെയ്തു നോക്കിക്കേ. ബോട്ട്മാസ്. അഞ്ജലി ടീച്ചർ മൈക്ക് ഓഫ് ആക്കി. നമ്മളോട് പറഞ്ഞേക്കുന്ന ഡിവിഷൻ ആണ് ആദ്യം ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. 72നെ 6 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 12. ആ, 5×6 60, 11×6 66, 12×6 72. 12 ഗുണം 3 എത്രയാ? 12 ഗുണം 3 36. ഇനി മുഖവില, ഫേസ് വാല്യൂ 347-ൽ 4ന്റെ മുഖവില എത്രയാണ്? 4. 4 ഉത്തരം. ഓക്കെ, അടുത്തത് സ്ഥാനവില. 347-ൽ 4ന്റെ സ്ഥാനവില എത്രയാണ്? 40. 40. ഓക്കെ, നെക്സ്റ്റ്. 347-ൽ 4ന്റെ സ്ഥാനവില, അത് നമ്മളൊന്ന് ഉത്തരം തന്നെയാണ്. ഓക്കെ, 508-ൽ 0ന്റെ മുഖവില എത്രയാണ്? 0. ശ്രദ്ധിക്കണം, മുഖവില 0 തന്നെയാണ്. ഓക്കെ, അടുത്തത് 508-ൽ 5ന്റെ സ്ഥാനവില എത്രയാണ്? 500ന്റെ സ്ഥാനവില എന്ന് പറയുന്നത് 500 ആണ്. ഓക്കെ, 927-ൽ 7ന്റെ മുഖവില എത്രയാണ്? 7. ഇനി 927-ൽ 9ന്റെ സ്ഥാനവില എത്രയാണ്? 900. 7 ഗുണം ബ്രാക്കറ്റിൽ 9 മൈനസ് 4 35. മാസ് ആണ്. 35. ബ്രാക്കറ്റ് ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. 9-ൽ നിന്ന് 4 പോയാൽ എത്ര കിട്ടും? 5. 5. 7×5 35. ഓക്കെ, 8 പ്ലസ് 36/6 14. 36 ആദ്യം നമ്മൾ 6 കൊണ്ട് ഹരിക്കണം. 6 36, കൂടെ 6 വരും. 8 6 14. ഓക്കെ, അടുത്തത് 5 സ്ക്വയർ പ്ലസ് 3 ഗുണം 2. 25. ലയ മൈക്ക് ഓഫ് ആക്കി വെച്ചിട്ട് ചെയ്താൽ 31. നമ്മളോട് പറഞ്ഞു ചരങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യണം. 5 5 25 പ്ലസ് 3 ഗുണം 2. പിന്നെന്താണ്? 3 2 6 25 6 31. ഓക്കെ, അഭാജ്യ സംഖ്യ താഴെ കൊടുത്തിരിക്കുന്നവയിൽ അഭാജ്യ സംഖ്യ ഏതാണ്? 7. 7. ഇനി അടുത്തത് പ്രൈം നമ്പർ അല്ലാത്തത് ഏത്? അതായത് ഇതിന്റെ അകത്ത് അഭാജ്യ പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ സാധാരണ സംഖ്യ അല്ലാത്ത. അപ്പൊ ഇതിന്റെ അകത്ത് അഭാജ്യ സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ. അഭാജ്യ സംഖ്യ 13. ഇനി ഏകൈക സമസംഖ്യ അഭാജ്യ സംഖ്യ, ഇത് പണ്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഏകൈക സമസംഖ്യ അഭാജ്യ സംഖ്യ എന്ന് പറയപ്പെടുന്ന സംഖ്യ ഏതാണ്? ഒന്ന് ഞാൻ എഴുതി വെച്ചു. ഉത്തരം 2 ആണ്. അതായത് ആദ്യത്തെ അഭാജ്യ സംഖ്യ ഏതാണ് എന്നുള്ള ഒരു ചോദ്യമാണ്. ഏകൈക സമസംഖ്യ അഭാജ്യ സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം 2. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇനി നമ്മള് സംഖ്യക്കകത്തെ ഒരേ ഒരു ടോപ്പിക്ക് മാത്രമാണ് ഈ തീർക്കാനുള്ളത്. അത് റോമൻ സംഖ്യകളാണ്. അത് നമ്മൾ നാളത്തെ ക്ലാസ്സിൽ എടുത്തതിന് ശേഷമായിരിക്കും തൊട്ടടുത്ത ഭാഗങ്ങളിലേക്ക് പോവുക. കൃത്യമായിട്ട് നിങ്ങൾ ഈ ക്ലാസ് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സംശയം തീർക്കുക. അതിന് റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പോരാത്തതിന് നിങ്ങൾക്ക് ഇതിന്റെ ലൈവ് ക്ലാസ്സുകൾ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് നമ്മുടെ ആപ്പിൽ കിടപ്പുണ്ട്. അതും നിങ്ങൾക്ക് ഉപയോഗിക്കാം.
ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ പൊതുവായി പറയാം. എന്ത് മാറ്റങ്ങൾ നിങ്ങൾ പറഞ്ഞാലും ആ മാറ്റങ്ങൾ നമ്മൾ വരുത്തുന്നതായിരിക്കും. നിങ്ങൾ പ്രതീക്ഷിച്ചതനുസരിച്ചിട്ട് ഒരു ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ അത് തുറന്നു പറയണം. നമ്മൾ അതനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കും. അപ്പോ സമയം 10:05, കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് പോയി കിടക്കാം. നമുക്ക് ശുഭരാത്രി. താങ്ക് യു സർ.